ഇനി നീ എങ്ങനെ ഓടുന്നൊന്ന് കാണാ. അണ്ണൻ എപ്പോഴും ടോപ്പാടാ. താഴേക്ക് നോക്കടാ. നീ എന്തായാലും സ്കൂളിൽ വാശി പിടിക്കരുത്. ഞാൻ നിന്നെ ഓട്ടോയിൽ കൊണ്ടാക്കാം. എന്താ ആന്റി, സ്കൂൾ ബസ് വന്നില്ലേ? പുറപ്പെടാൻ ലേറ്റ് ആയി ഗുരു. വാൻ പോയി. അതിനെന്താ, ഞാൻ ഡ്രോപ്പ് ചെയ്യാലോ. പൊടിക്കുപ്പി ബൈ. ഇന്ന് ക്ലാസ് പോകാതിരിക്കാൻ ഞാനൊരു നമ്പർ ഇട്ടായിരുന്നു. നീ പാരയല്ലേ ഗുരുവേ. ഇന്ന് സ്കൂളിൽ കവിത ചൊല്ലൽ മത്സരമുണ്ട്. സ്വന്തമായിട്ട് എഴുതിയ 4 വരി കവിത ചൊല്ലണമെന്ന്. ഞാനാണേ പ്രിപ്പയർ ചെയ്തതുമില്ല. ഇത്രേ ഉള്ളൂ. മോള് വിഷമിക്കണ്ട, നല്ലൊരു കവിത ഞാൻ പറഞ്ഞു തരാം. പോയി ചൊല്ലി തകർക്കുന്നേ. സത്യമാണോ? ആ, എന്റെ അടുത്ത് നിന്റെ കോമഡിയും കീമഡിയും ഒക്കെ ഇറക്കിയാണ്ടല്ലേ. അയ്യേ, ഇറങ്ങിക്കോ. കവിത പറയടാ. കവിത നമ്പർ ഒന്നും വേണ്ട. നീയും ഞാനും ഒന്ന്. ഗാന്ധി പിറന്ന മണ്ണ്, ടീക്കടയിൽ നിന്ന് തിന്നു നോക്ക് ബണ്ണ്. താങ്ക്സ്, ഇത് മതി ഗുരുവേ. ഞാനിത് ചൊല്ലി സമ്മാനം വാങ്ങിച്ചോണ്ട് വരും. ബൈ. നീ ഞാനും ഒന്ന്. ഗാന്ധി പിറന്ന മണ്ണ്, ടീക്കടയിൽ നിന്ന് തിന്നു നോക്കും ബണ്ണ്. ഏതായാലും പറഞ്ഞു കൊടുത്തു. ഒരു നല്ല കവിതയാകാരുന്നല്ല. ക്ലാസ്സിലെ കവിതാ മത്സരത്തിൽ ആ കുട്ടി എന്തെങ്കിലും ഒന്ന് ചൊല്ലണം. പിള്ളേർക്ക് പാടാൻ പറ്റുന്ന വിധത്തിൽ സിമ്പിളായിട്ട് അർത്ഥമൊന്നുമില്ലാതെ 4 വരി പറഞ്ഞു കൊടുത്തു. അതിനെന്താ ഇപ്പോ? ബൈ. ഹായ്. എന്താ മോളെ ഇന്ന് ലേറ്റ്? ഇതൊക്കെ എന്താ? എന്റെ ബാഗ് പിടി. എന്താ രേണു? നമസ്കാരം. ഇത് പിടി. ഇനി ഒന്ന് കുനി. എന്താ ഇതൊക്കെ? സക്സസ്. നിന്റെ കവിത ഞാൻ ചൊല്ലി എനിക്ക് സമ്മാനമായിട്ട് വീണയും കിട്ടിയടാ. മത്സരത്തിൽ മോള് മാത്രമേ പങ്കെടുത്തുള്ള. അല്ല, കളി കാര്യമാകുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഗിഫ്റ്റിന്റെ രൂപത്തില്. നിന്റെ കവിത ഞാൻ ചൊല്ലിക്കഴിഞ്ഞപ്പം ഓഡിറ്റോറിയത്തിൽ എന്ത് കയ്യടിയായിരുന്നു. സൈലന്റ്. നീയും ഞാനും ഒന്ന് എന്ന വരികളിൽ ഇവൾ ദേശീയ ഐക്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് ഗാന്ധി പിറന്ന മണ്ണ് എന്ന് പറഞ്ഞ് ഈ മണ്ണിനെ മഹിമപ്പെടുത്തിയിരിക്കുകയാണ് ഇവള്. ടീ കടയിൽ നിന്ന് തിന്നു നോക്ക് മണ്ണ് എന്ന വരികളിൽ ഇവൾ പറയുന്നത് എന്താ? എന്താ? എന്റെ ഗുരു, ഇത് ഗുരുവായല്ലോ. നിത്യഭക്ഷണത്തിന് കഷ്ടപ്പെടുന്ന സാധുക്കളായ ജനങ്ങളെ നാം എന്നും ഓർമ്മിക്കണമെന്നാണ് ഈ വരികളുടെ അർത്ഥം. അവനെ വിളിക്കണ്ട, കവിത പറഞ്ഞു നമ്മളെ കൊല്ലും. അവൻ എഫക്റ്റീവ് ബോയ്. അവനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ചാൽ അവനൊക്കെ വലിയ ആളാവും. ഫ്രീ ആയിട്ട് വിട്ടേക്കേ. ആരാടാ സാറാ മുനിയാണ്ടി? എടാ, അയാളുടെ പേര് മുനിയാണ്ടി എന്നല്ലേ, പിന്നെ വേറെന്താ വിളിക്കാ? എന്ത് പറ്റി? അറിയില്ല. എടാ, ഞാൻ നിന്റെ ഫ്രണ്ടാടാ. നിന്റെ കവിതയ്ക്ക് ഞാൻ കേൾക്കുന്നില്ലടോ. അയ്യോ, അടിക്കലടാ. എന്തിനാണോ, എന്താണ് കാണിക്കുന്നത്? പറയാമോ? എന്താ മോനെ, ജയിച്ചല്ലോ അല്ലേ? ഇല്ലമ്മ. എന്താ പറഞ്ഞു ഗുരു? അല്ലമ്മ, ഞാൻ ജയിച്ചിരുന്നെങ്കിൽ എന്താ നടക്കുക? നേരത്തെ കിട്ടിയ 24 മെഡലിന്റെ കൂടെ ഈ ഒരെണ്ണം കൂടി ചേർത്ത് 25 വീട്ടിൽ വെക്കും. ഇന്ന് ഞാൻ ജയിക്കാൻ ശ്രമിക്കാതെ തോറ്റു കൊടുത്തതുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടമ്മേ. എന്താ മോനെ നീ പറയുന്നേ? ഇന്ന് മീറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇന്നലെ കോളേജിലാണ് താമസിച്ചിരുന്നത്. യാദൃശ്ചികമായി ഞാൻ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കോളേജിലെ ശക്തി നിർത്താൻ ആ ലേറ്റ് നൈറ്റിലും വളരെ ഹെവി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അവനോട് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോ ഗ്ലൂക്കോസ് കഴിക്കേ. ശക്തി, പ്രാക്ടീസ് ചെയ്ത് മതിയിടാ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. പോയി റെസ്റ്റ് എടുക്ക്. ഓ
പറ്റില്ലടാ, പേടിയാ എനിക്ക്. 10 വർഷം, എന്റെ 10 വർഷത്തെ സ്വപ്നമാടാ ഇത്. ഈ മീറ്റിൽ എനിക്ക് ജയിച്ചേ പറ്റൂ, എങ്കിലേ സ്പോർട്സ് കോട്ടയിൽ എനിക്ക് ജോലി കിട്ടൂ. നിനക്കും അറിയാമല്ലോ, അച്ഛൻ റിട്ടയർഡായില്ലേ. കുടുംബത്തെ ഞാൻ തന്നെ നോക്കണം. അനിയത്തിയുടെ കല്യാണം നടത്തണം. അതിന് ജയിക്കണം എനിക്ക്. നാളെ എനിക്ക് ജയിച്ചേ പറ്റൂ. വേറെ വഴിയില്ലടാ. These diseases are based on hereditary and normal ones. The importance of human cells are not determinable. You should carefully listen to me what I am explaining to you. Genetically controlled laboratory things. However, the most important thing in the study of human diseases are generally classified into 2 types. എന്ത് പറ്റി? എങ്ങനെയാ അവൻ എന്റെ ഹാർട്ട് നശിപ്പിച്ചത്? എത്ര ഭംഗിയായിട്ടാ എന്റെ മനസ്സിലുള്ളത് ഞാൻ വരച്ചവന് കൊടുത്തത്. അതവൻ നശിപ്പിക്കോ? അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോണേ? ഞാൻ പോയി ചോദിക്കാൻ പോവാ. ഇപ്പൊ തന്നെ പോയി ചോദിക്കാൻ പോവാ. ചോദിക്കാം, രാവിലെ ചോദിക്കാം. ഇതെന്താ കാണിക്കുന്നത്? എവിടെയെങ്കിലും വീഴും? ഇല്ല, കണ്ടാലോ? യു ഗോ. ഇനി എങ്ങോട്ടാ പോണേ? ധൈര്യം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വാ. ഞാൻ മമ്മൂട്ടിയുടെ ഫാനാ. എന്താണെങ്കിലും മുഖത്ത് നോക്കി ചോദിക്കില്ല. ധൈര്യമൊക്കെ ഉണ്ട്. രാവിലെ ക്ലാസ്സിൽ ചോദിക്കാം. നല്ല കുട്ടിയല്ലേ, പറഞ്ഞ കേക്ക. ഉടനെ ചോദിക്കുന്നതാ ഇപ്പോഴത്തെ ട്രെൻഡ്. വിഴരുത്. ധർമ്മ, ശബ്ദം ഉണ്ടാക്കരുത്, മറ്റുള്ള ബോയ്സ് എഴുന്നേൽക്കും. ധർമ്മ, ധർമ്മ. ആരാ? ഏയ്, നിങ്ങൾ രണ്ടുപേരോ ഇവിടെ എന്താ ചെയ്യുന്നത്? ഏയ്, നീ എന്തിനാ ഞാൻ വരച്ച ഹാർട്ട് നശിപ്പിച്ച് അതിന് താഴെ സോറിന്നൊരു ഓട്ടോഗ്രാഫും എന്തിനാ അവന് ചെയ്ത്? മനസ്സിലായില്ലല്ലോ. ഒരു പെണ്ണ് നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് തെറ്റാണോ? അല്ലേ? ആരാ പറഞ്ഞ? കുടിച്ചിട്ടുണ്ടോ നീ? ഞാനോ? ശരി. നീ മാത്രമല്ല, ഈ ലോകത്ത് ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ആരാ പറഞ്ഞ? എല്ലാവർക്കും നിന്നെ ഇഷ്ടാ. നിന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടാ, നിന്റെ അച്ഛന്, പിന്നെ നമ്മുടെ ശുഭ. ശുഭ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വാ, കെട്ടിപ്പിടിക്കാം. തെറ്റാ, വി ആർ ഫ്രണ്ട്സ്. ഉമ്മ. ധർമ്മ, നീ എന്നെ പ്രേമിക്കുന്നുണ്ടോ? Tell me now. I want immediate result. ഇതെന്ത് ബ്ലഡ് ടെസ്റ്റ് ആണോ? ഉടനെ റിസൾട്ട്? അതെ. പറയേ. എന്റെ മോളെ, എനിക്ക് നിന്നെ ഇഷ്ടമാ. പ്രോമിസ്? സത്യമായിട്ടും ഐ ലവ് യു. ഇനിയുള്ള 5 കൊല്ലത്തിൽ നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. ഞാൻ തന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാം. നമ്മുടെ കല്യാണക്കാരിയാണോ? അതെ. ഓക്കെ, ബൈ. ബൈ ബൈ. ഇത് ഇമ്മീഡിയറ്റ് റിസൾട്ട് പറഞ്ഞേനാ. വിടരുത്, ക്യാച്ച് ചെയ്ടാ. ബൈ ബൈ. ബൈ. ഓക്കെ, നോക്കി പോണം. അയ്യോ സ്റ്റെല്ല. See, this is an important theory today.
എന്തു പറ്റിയടാ? ഏയ് എന്താടാ എന്തു പറ്റി? ഒന്നുമില്ലടാ. രേണുവില്ലേ? ആ നമ്മുടെ കോളനിയിലെ ടെറസിന്റെ മുകളിൽ നിന്ന് കാല് തെറ്റി താഴെ വീഴുന്ന പോലെ തോന്നി എനിക്ക്. നീ എന്തായി പറയുന്നത്? ആ സ്ഥലം മുഴുവൻ മഞ്ഞു മൂടിക്കിടന്നിരുന്നു. ചുമ്മാ നിനക്ക് എന്തെങ്കിലും തോന്നിയായിരിക്കും. വാ വാടാ. ഇല്ലടാ. ഹലോ, ഞാനാ ഗുരുവാ സംസാരിക്കുന്നത്. പറയൂ ഗുരു. ഒന്നുമില്ല, രേണു അല്ല. പറയേ. കഥ കടച്ചിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയം. ഒന്ന് നോക്കി പറയാമോ? പോയി നോക്കട്ടെ. പൂട്ടിയിട്ടുണ്ട് ഗുരു. ആ താങ്ക്സ്. ആ ഹലോ, രേണുക ഇല്ലേ? ഇല്ല ഗുരു, അവള് സ്കൂളിൽ നിന്ന് ടൂർ പോയിരിക്കുക. വരാൻ 4 ദിവസം എടുക്കും. ഇറങ്ങിയിട്ട് 1 അവറായി. ഇപ്പൊ താമ്പരം കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ ഗുരു? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ശരി ശരി, ഓക്കെ. എന്താടാ? അവള് ടൂറ് പോയേക്കാടാ. വരാൻ 4 ദിവസം ആവുന്നു. റിലാക്സ്. വാ, നീ വാ. ബൈ ബൈ ബൈ. അമ്മ, എന്താടി? ടൂറ് ക്യാൻസൽ ആയിപ്പോയി. സൗത്ത് സൈഡിലെ ഭയങ്കര മഴയാണെന്ന്. എന്താടി നീ പറയുന്നേ? അവിടെ എല്ലാം വെള്ളം വന്ന് അടുത്ത ആഴ്ച പോവാന്ന് പറഞ്ഞു. ഇതിനാണ് എന്റെ മോള് മൂടോട്ടാവുന്നേ. അമ്മ നിനക്കൊരു സർപ്രൈസ് തരട്ടെ. എന്താ അമ്മ? ഒരു മിനിറ്റ്. ആ ഹായ്. പോയി കളിച്ചോ. രേണു, ഇങ്ങ് വന്നേ. ഗുരു അങ്കിള് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഡയൽ ചെയ്തു തരാം, സംസാരിച്ചോ. നോട്ട്സ് എഴുതിക്കോ. ഏയ് മുരുകൻ, സെൽഫോൺ ഓഫ് ചെയ്യ്. സാറായിരുന്നോ? All students, switch off your mobiles. അങ്കിളുടെ ഫോൺ സ്വിച്ച് ഓഫില്ല. പിന്നെ സംസാരിക്കാം. ശരി അമ്മ. സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. സോറി ഗുരു.
കണ്ടില്ലേ എന്റെ മോള്. ലോകത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന മാറ്റുന്നവനാണ് ദൈവം. ആ കഴിവ് നിങ്ങൾക്കുണ്ട്. കളങ്കമില്ലാതെ ആഡംബര ജീവിതത്തിന് അടിമകളാകാതിരുന്നാൽ നിങ്ങൾക്കും ദൈവമാകാം. എന്തോ പ്രസാദം ഇത്? ഓ അയ്യോ, നിന്നെ പോലെ തന്നെ ഉണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അഴകുള്ള പെണ്ണും അളവില്ലാത്ത ആസ്തിയും അനുഭവിക്കാൻ യോഗമുള്ളവന്റെ കയ്യിലേക്ക് വരണം. ഞാൻ രണ്ടും അങ്ങ് അനുഭവിക്കാൻ തീരുമാനിച്ചു. ആസ്തിയും അഴകും എത്രമാത്രം അധികമാണോ അതേ അളവിൽ ആപത്തും അധികമാ. ഈ ആനന്ദ് ചെല്ലപ്പൻ സാധാരണക്കാരനല്ല, ഈ സ്റ്റേറ്റിലുള്ള ടോപ്പ് 10 പണക്കാരിൽ ഒരാളാ. മനസ്സിലാക്കിയാ നല്ലത്. എങ്ങനെ തിരിച്ചറിയും സേട്ടെ? ഈ രഹസ്യം അറിയാവുന്ന 2 പേർ നമ്മളാ. എന്നെ ഞാൻ തന്നെ കാണിച്ചു കൊടുക്കുവോ? പിന്നെ എന്റെ നോട്ടം കണ്ടിട്ട് എന്നെ പോലും വിശ്വാസമില്ലാത്ത പോലാണല്ലോ. എന്നെ പോലും വിശ്വാസമില്ല സേട്ടെ, എന്നെ പോലും വിശ്വാസമില്ല. ഞാൻ ഇമോഷണലായ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ലെന്ന് തനിക്കറിയാമല്ലോ സേട്ടെ. താൻ ബ്ലേഡ് കമ്പനി നടത്തുന്ന ആളാ. വെറുതെ ഒന്നും ചെയ്യണ്ട. പതിവ് പോലെ റൊട്ടേഷൻ എത്ര ക്യാഷ് വേണമെന്ന് പറ. ഇതാ നമ്മുടെ ഡീല്. എന്റെ മകനെ പറ്റി അറിയാമല്ലോ അല്ലേ? അറിയാലോ, പറയൂ. നിങ്ങൾ രണ്ടുപേരും പള്ളിക്കൂടത്തിൽ ഒന്നിച്ച് പഠിച്ചതല്ലേ? അതെ അമ്മേ. എന്റെ മകൻ മോഷ്ടിക്കുമെന്നാണോ? കള്ളത്തരം കാണിക്കോ? പറഞ്ഞേ, പറയാൻ. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ദേ നോക്ക്, ഞാനൊരു സത്യം പറയാൻ കേൾക്ക്. ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിന്നോട് പറഞ്ഞിട്ട് പോകാനാ വന്നത്. എനിക്ക് തോന്നുന്നത് എന്റെ ഇളയ മക്കള് 2 പേരും ആ തെറ്റ് ചെയ്തതെന്നാ. ഇവരെ വിളിച്ച് ചോദ്യം ചെയ്താൽ സത്യം പുറത്തു വരും. ഇവരാണ് കാശ് പറ്റിച്ചിട്ട് എന്റെ മോനെ അടിച്ചു പുറത്താക്കിയത്. അത് ശരിയാ. എന്താ അമ്മേ നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഞങ്ങൾ അതിന് മാത്രം എന്താ ചെയ്തേ? എടാ, എടുത്തെങ്കിൽ അങ്ങ് കൊടുക്കടാ. നിന്റെ അമ്മയല്ലേ പറഞ്ഞത്. ഭാഗ്യം അവര് എന്റെ പേര് പറഞ്ഞില്ലല്ലോ. എടാ മോനെ, എന്തോ എഴുതാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ? അതൊന്നും എഴുതണ്ട ആവശ്യമില്ല. പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് പത്രത്തിലല്ല ഇടും. എന്തോന്ന് പണം, ചില്ലി കാശ്. 5-6 പേരെ ചികിത്സിക്കുകയാണെങ്കിൽ ആ പണം അവൻ പൂ പോലെ കൊണ്ടുവന്ന് തരും. എന്തിനായിരുന്നു ഈ ഡ്രാമ? ഒപ്പിന്റെ കാര്യത്തിൽ ബുദ്ധിപരമായിട്ട് ഒഴിഞ്ഞു മാറി. ഓക്കെ, എന്നാ കയ്യിൽ വരേണ്ടിയിരുന്ന സ്വത്തുക്കളെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ? ആര് കളഞ്ഞു വിളിച്ചു? മനസ്സിലായില്ലല്ലോ. ആനന്ദ് ചെല്ലപ്പൻ 5-6 പിള്ളേരൊന്നും ഇല്ലല്ലോ. അഭി മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും ദാന്ന് പറഞ്ഞ് എനിക്ക് തന്നെ തരില്ലേ സേട്ട്? പേപ്പർ മാത്രമേ ഞാൻ കീറിക്കളഞ്ഞുള്ളൂ. പക്ഷെ അവരുടെ മനസ്സിൽ ഞാൻ നന്നായി പതിഞ്ഞിട്ടുണ്ട്. നിനക്ക് നല്ലത് പറയണമെന്നാ എന്റെ ആഗ്രഹം. എന്നാലും ഒരു സംശയം. എന്താ? നിന്റെ അഭിയുടെയും കല്യാണം നിശ്ചയം നടക്കാൻ പോവാ. സപ്പോസ് ഇതിനിടയ്ക്ക് ആ ഒറിജിനൽ ഗുരു ഒന്ന് കയറിയ സോറി വരില്ല സേട്ട്, വരില്ല. പൊട്ടിത്തെറിക്കുന്ന പ്രായത്തിലുള്ളൊരു പെണ്ണിനെയും 10 തലമുറ ഇരുന്ന് തിന്നാലും തീരാത്ത സ്വത്തും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരുത്തൻ പോവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ
അതിന് സ്ട്രോങ് ആയിട്ട് ഒരു കാരണം ഉണ്ടാവും സേട്ടെ. ഇവൻ ബിജു രാധാകൃഷ്ണന്റെ അപ്പനാണ്. അതുകൊണ്ട് അവൻ വരില്ല. അവൻ വരില്ല. ഈ സ്ഥലം നിങ്ങൾ സൗത്താ? ഇത് മുംബൈ നാനാവതി ഹോസ്പിറ്റൽ. നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്കറിയില്ല. ഡോക്ടർ, എനിക്ക് അർജന്റായിട്ട് ചെന്നൈയിലേക്ക് പോകണം. നോ ഐ എം സോറി. ഇപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷന് അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും ഇവിടെ റെസ്റ്റ് എടുക്കണം. ട്രെയിൻ ചെയ്യാനേ പാടില്ല. അത് ചെയ്താൽ നിങ്ങളുടെ ജീവൻ തന്നെ ആപത്താണ്. അല്ല ഡോക്ടർ, എനിക്ക് പോയേ പറ്റൂ. എനിക്ക് ആ ഫോണും തരാമോ? ഹേ അബി, നിന്റെ വിവാഹ നിശ്ചയം. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? കല്യാണ ചെറുക്കന് സൈറ്റ് അടിക്കാൻ എനിക്ക് തോന്നി. അതെ, ഈ മോഹൻലാൽ സിദ്ദിഖ്ലാലിന്റെ ആരാന്ന് പറഞ്ഞ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താ അസംബ്ലിയാ? ആരെങ്കിലും 2 പ്രാവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നുണ്ടോ പോയി നോക്ക്. ചെല്ല്. മോഹൻലാലിനെ മനസ്സിലായി. ഈ സിദ്ദിഖ്ലാൽ ആരാ? ഇപ്പൊ നീയും തുടങ്ങിയോ? വെറുതെ ഇരുന്നവനെ ഫംഗ്ഷന് വിളിച്ചു വരുത്തിട്ട് കോർണർ ചെയ്യണം നീ. ഇവരിത് എങ്ങോട്ടായിരിക്കോ? നമസ്കാരം. ഹലോ ഹലോ, ഞാൻ ഗുരുവാ സംസാരിക്കുന്നത്. ഹലോ, യെസ്, ഗുരു സ്പീക്കിംഗ്. ഇത് അബിയുടെ വീടല്ലേ? അതെ, ഞാൻ ഗുരുവാണ് സംസാരിക്കുന്നത്. അതെ, ഗുരുവാണ് സംസാരിക്കുന്നത്. ആരാ ഗുരു ഫോണിൽ? റോങ് നമ്പർ. ഓ, ഇതേത് പുതിയ നമ്പറാണല്ലോ ഗുരു. ദാ വരുന്നു. അബി, ഞാൻ ഗുരുവാ സംസാരിക്കുന്നത്. ഞാൻ ഗുരുവാണെന്ന് പറഞ്ഞില്ലടാ. ഹലോ, ഗുരു, കാല് താഴ്ത്തി. എങ്ങനെ ഇരിക്കുന്നേ? എന്താ ഇത്? സാറല്ലേ വിട്ടേക്ക്. ആനന്ദപ്പന്റെ ഏകപുത്രിയായ അബി എന്ന അഭിനയിക്കും കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. ശുഭമസ്തു. ഹലോ അബി, അബിക്കൊന്ന് കൊടുക്കാമോ? അബി ഗുരു സാറായിട്ട് ഷോപ്പിങ്ങിന് പോയിരിക്കുക. എവിടെ? ഏതോ സിറ്റി സെന്ററിൽ കണ്ടാ പറഞ്ഞ. കണ്ണിലെന്തോ കരട്. അതിനിടയ്ക്ക്
ചെല്ല് ചെല്ല്. ഞാൻ എന്തായാലും നോക്കിയിട്ട് വരാം. ഹലോ, ഇവിടെ ഇവിടെ ഇവിടെ. നിന്നെ പേടിച്ചോടി വന്നാണെന്ന് വിചാരിച്ചോ? നിന്നെ വരുത്തിയതാടാ. ഏയ് 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 ഏയ്, ആരാടാ നീ? നീ എന്തിനാ ഗുരുവായിട്ട് അഭിനയിക്കുന്നേ? നീ എവിടെ പോയിരുന്നടാ? അത് നീ അറിയേണ്ട കാര്യമില്ല. ആരാടാ നീ? ഗുരു. നിന്റെ അബി, അച്ഛൻ, അമ്മ, നിന്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും അങ്ങനെയാ വിശ്വസിച്ചിരിക്കുന്നത്. നീയും അങ്ങനെ വിശ്വസിച്ച എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിയിട്ട് ഓടി എന്റെ കൺമുന്നിന്ന് പോ. എന്റെ അബിയെ കൊല്ലാൻ വന്നവനല്ലടാ നീ. പോടാ. എവിടെയോ വെച്ച് കണ്ട എന്നെ കൂട്ടിക്കൊണ്ടുപോയി മനസ്സിൽ പ്രതിഷ്ഠിച്ചത് അവളാടാ. അവളെ ഞാൻ കൊല്ലുവോ? അവൾക്ക് ഞാൻ എന്നെ പോലെ മിടുക്കനായൊരു മകനെ കൊടുക്കൂടാ. സന്ധി സംഭാഷണത്തിന് ഇടയ്ക്ക് കയറി ഇടിക്കുന്നോടാ. നീ ശരിക്കും പോക്കിരി തന്നെ. ഞാനും പോക്കിരി തന്നെയാടാ. അവൾക്ക് വേണ്ടി അടികൊണ്ട് ചാവാതെ ഓടിപ്പോടാ. എന്റെ അഭി ഉപേക്ഷിച്ച് എനിക്ക് പോവാനാവില്ല. വിട്ടിട്ട് പോയവനല്ലേടാ നീ, വിട്ടിട്ട് പോയവൻ. 1000 പ്രശ്നങ്ങളുണ്ടായാലും പ്രേമിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച നീ ദ്രോഹിയാടാ. ആര് പ്രേമിച്ച പെണ്ണായാലും സാരമില്ല, കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ച ഞാനല്ലേടാ ത്യാഗി. അതിനുവേണ്ടി ത്യാഗികളുടെ പെൻഷനൊന്നും ഞാൻ ചോദിച്ചില്ല. വെറുതെ എന്നെ ടെൻഷനാക്കാതെ നിനക്കും അബിക്കും ഇടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ നിന്നൊന്ന് പോയി താടാ. പണം 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 കൊണ്ട് എല്ലാം നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോടാ? അതേടാ, പണം 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 മാത്രം. ഞാൻ ജനിച്ചത് തന്നെ ഒരു കോടീശ്വരനായിട്ടാടാ. 10 വയസ്സ് വരെ എനിക്ക് പല്ല് തെപ്പിച്ച് തരാനൊരുത്തൻ, ഷൂ ഇട്ട് തരാനൊരുത്തൻ, കാറിന്റെ ഡോർ തുറന്നു തരാനൊരുത്തൻ. ഞാൻ ജനിച്ചത് തങ്കത്തൊട്ടിലാടാ. പക്ഷെ 10 നിമിഷം കൊണ്ട് കുപ്പത്തൊട്ടിയിൽ വീണു. കാരണം പണം. ഈ കളി തുടങ്ങി വെച്ചത് നീ, നടത്തുന്നത് അവൾ. ജയിക്കാൻ പോകുന്നത് ഞാനാടാ.
ഗുഡ് മോർണിംഗ് ഡോക്ടർ. നമസ്കാരം. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഇരിക്കൂ. ഡോക്ടർ, ഡോക്ടർ ധർമ്മദുര വന്നിട്ടുണ്ട്. ഓക്കെ. Hey, hi Shubha. How's my shirt? Mostly I prefer light colors. നീ മേടിച്ചതന്നല്ലേ? How's it? നന്നായിട്ടില്ലാതെ അതുകൊണ്ടല്ലേ എടുത്തു തന്ന. ശരി വാ. എങ്ങോട്ടാ? ഇന്ന് സ്വാതന്ത്ര്യ ദിവസം. ഓഗസ്റ്റ് 15. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണോ? ഇല്ല സർ. സ്വാതന്ത്ര്യം കിട്ടിയത് എനിക്ക്. ഓ, ലീവാണോ? ഹേ വാടാ. അപ്പൊ ഈ പേഷ്യന്റ് ഒക്കെ ശരി ശുഭ. സാറിന്റെ വൈഫ് വരും. ഏയ്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ഹായ് ശിവ. ഹായ്. ദിസ് ഇസ് ഡോക്ടർ ധർമ്മദുരൈ. ഹേ, ഹായ്. I am Dr. Shivaraj, MSMD from US. സൂപ്പർ. വി ആർ ലിവിംഗ് ടുഗദർ. ഹേയ്, നിനക്ക് എന്താ പറ്റിയ? പ്ലീസ്. ഡൈവേഴ്സ് തീർന്നോ? ജഡ്ജ്മെന്റിന്റെ കോപ്പി ഇപ്പൊ വരും. ഇതിലൊരു സൈൻ ചെയ്. വേറെന്തെങ്കിലും? അത്രേ ഉള്ളൂ. നീ വാടാ. എന്താ സുഭാഷിനി ഒന്നും പറയാതെ പോകുന്നേ? എന്നെ തോൽപ്പിക്കാന്ന് വിചാരിച്ചോ? നിന്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പം തോറ്റേന. അമേരിക്കയിലും ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. സർ, അത് അമേരിക്ക നോക്കിക്കോളൂ സർ. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്നാ പോയാലോ? നമ്മൾ ഒന്നിച്ചാന്ന് കേട്ടപ്പോ ദേഷ്യമായി. ഞാനേ ഷോക്കായി. അയാൾ ഷോക്കാവില്ലേ? അത് കള. പിന്നെ ശുഭ, എന്താ പ്രശ്നം? അവനൊരു കൊലയാളി. ആരെ കൊന്നു? അയാളെ കണ്ടിട്ട് ചീത്ത സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണെന്ന് തോന്നുന്നേ. കാണുന്ന പോലെയല്ല ആള്. ഞാൻ പ്രഗ്നന്റ് ആണ്. നിനക്കെന്താ അത്ര ധൃതി അതിന്? ഞാൻ പ്രഗ്നന്റ് ആണ്. ആദ്യം ഫോറിനിലേക്ക് പോയിട്ട് കുറച്ച് പൈസ സമ്പാദിക്കാം. അബോർട്ട് ചെയ്തിട്ട് ഫോറിനിൽ പോയി ഒരുപാട് സമ്പാദിച്ച് സെറ്റിൽ ആവാന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യും. ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ എന്റെ സാറിന് പ്രോമിസ് ചെയ്തിട്ടുള്ളതാ. ശിവ, അവൻ ഞാൻ അറിയാതെ ഞാൻ കുടിച്ച പാലിൽ അബോർഷൻ ടാബ്ലറ്റ് മിക്സ് ചെയ്തു. എന്റെ കുഞ്ഞ് നീ അവനെ ഒന്നും ചെയ്തില്ലേ? പിന്നെന്ത് ചെയ്യാനാ? ഹലോ ബ്രദർ, ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഒന്ന് വെയിറ്റ് ചെയ്യ്. യെസ്, ടെൽ മീ. ബ്രദർ, ഈ നിൽക്കുന്ന ശുഭയല്ലേ? പഠിക്കുന്ന സമയത്ത് തന്നെ ബോഡി ഡൊണേറ്റ് ചെയ്തതാ. നിനക്ക് അവളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. ഹലോ, എടാ നീയൊക്കെ ഒരു ഡോക്ടറാണ്. പ്രോബ്ലം മാൻ. എടാ ഞാൻ സംസാരിക്കലടാ. ജനിക്കാത്ത കുട്ടി ആണാണോ പെണ്ണാണോ നോക്കുന്നതിന് തെറ്റാ. അവളുടെ കുട്ടിയെ അവളുടെ പെർമിഷനില്ലാതെ കൊന്നില്ലേ? സോ എന്താണാ നീ ചെയ്തത്? നിന്നെ ഉണ്ടല്ലോ ഞാൻ. സമയമായി, വാ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമാണ്. എൻ്റെ അമ്മ
എന്റെ മരുമോളെ പൊന്നുപോലെ നോക്കോളേ. ഇന്നെൻ്റെ മകളുടെ ഉഡ്ബിയെ, എൻ്റെ മരുമകനെ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അവനിപ്പോൾ ഇങ്ങോട്ട് വരും കേട്ടോ. പ്ലീസ് വെയിറ്റ്. പറ, എവിടെയുള്ളത് നീ? അമ്പത്തൂരില്. അമ്പത്തൂരിലോ? അച്ഛനും അച്ഛന്റെ ഫ്രണ്ട്സും ഇവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. എത്ര പ്രധാനപ്പെട്ട കാര്യം ഇത്. എനിക്ക് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എനിക്ക് ഫ്രണ്ടിന്റെ കൂടെ ഒരു സ്ഥലം വരെ പോകണം. ഗുരു, ഗുരു. അമ്പത്തൂരില് ഫ്രണ്ടിന്റെ വീട്ടിലാണെന്ന് എന്തിനാ നുണ പറഞ്ഞേ? പറയൂ ഗുരു, എന്തിനാ നുണ പറഞ്ഞേ? ചോദിക്കുന്ന കേട്ടില്ലേ? എന്തിനാ നുണ പറഞ്ഞേ? വരാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ നിന്നോട് നുണ പറഞ്ഞത്. മതിയോ? പോ. പോന്ന് പറഞ്ഞ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പോവാനാ ഞാൻ പറഞ്ഞ. എന്താ ഗുരു, എന്താ പ്രശ്നം? ഇല്ല, അത് ഇത് ഞങ്ങളുടെ പ്രശ്നം. ദയവ് ചെയ്ത് നിങ്ങൾ പോ. അവേ, എന്തോ ശബ്ദം കേട്ടതുകൊണ്ടാ വന്നത്. വെളിയിൽ പോവാനല്ലേ പറഞ്ഞത്? വന്ന് കേറിക്കൊള്ളു ഓരോരുത്തര് വേണ്ടാത്തടുത്ത്. കുത്ത്, കുത്തി കൊല്ല്. നിന്റെ കയ്യാലി മരിച്ചോളാം ഞാൻ. ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ മൂലം നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയിലാണ് അഭി. തൽക്കാലത്തേക്ക് നിന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് അതിനുള്ള ഒരേ ഒരു വഴി. എന്നോട് ക്ഷമിക്കബി. अंधेरी में एक्सीडेंट हुआ, एम्बुलेंस बजाओ, टैक्सी। ये क्या है साहब? ठीक है, चलो भाई।
എന്റെ സാറേ, ഞങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ ഹാഫിൽ നിന്നാണ്. പക്ഷെ നിങ്ങൾ അത്ര മുക്കി മുക്കി കുടിച്ചാലും ക്വാർട്ടറിൽ നിന്ന് മുകളിലോട്ട് പോകുന്നില്ലല്ലോ. മിസ്റ്റർ ഗോപാൽ, നിങ്ങളൊരു പൊട്ടനാ, ഞാനാണോ സാർ? ഒന്നിനും കൊള്ളാത്തവൻ. നമ്മുടെ രാജ്യത്തിലെ മദ്യം ഭക്ഷണങ്ങളുടെ ലിസ്റ്റിലാ ഉള്ളത്. അതുകൊണ്ട് ആവശ്യത്തിന് കൂടുതൽ കഴിക്കോ? ഇല്ല. ഒരേ സമയത്തിൽ നിങ്ങൾക്ക് 50 ഇഡ്ഡലി കഴിക്കാൻ പറ്റുമോ? ലിവർ ചീത്തായി പോലെ. കൺട്രോൾ വേണം. ഏകദേശമൊക്കെ മനസ്സിലായി. വൺ തിങ് മിസ്റ്റർ ഗോപാൽ, പറഞ്ഞോട്ടെ സാറേ. ലോകത്തിലെ ഏറ്റവും നല്ല ലഹരി ഏതാണെന്നറിയാവോ? ഫസ്റ്റ് ക്ലാസ്സിൽ എനിക്കൊരു AC കിട്ടാൻ ചാൻസ് ഉണ്ടോ? ചാൻസേ ഇല്ല. ലോക്കലോട്ട് പൊക്കോ. നോക്കണ്ട സാർ, പൊക്കോ. 110 പേര് യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റില് 1.5 ലക്ഷം പേരാ വന്നിരിക്കുന്നത്. നിങ്ങളും പോയി കുത്തിയിരുന്നു. എന്താടാ നീ ചെയ്തേ? സുഡോക്ക്. കുട്ടിയുടെ ബട്ടക്സ് തട്ടിയിട്ട് സുഡോക്കുന്നോ? സാർ എന്തിനാ ടിറ്റിആർ വിളിക്കുന്നത്? എന്താ? നമസ്കാരം സാർ. നീ എന്താ ഇവിടെ? വെയിറ്റ് മാഡം, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കൂ. ഞാൻ തനിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്റെ ബട്ടക്സിൽ അടിച്ചോ സാർ? ഞാനോ? നീ തന്നെ. നോക്കാനിരുന്നതാ. നിന്ന് വെള്ളം ഇറക്കാതെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്ക് സാർ. അടുത്ത സ്റ്റേഷനിൽ ഇറക്കി റെയിൽവേ പോലീസിന് കൈമാറാം. എടുക്കണ ലഗേജ്. സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറണം. റൈറ്റ്? നൗ ഐ ആം ഗോയിങ് ടു അൺറിസർവ്. നോ സർ, വെയിറ്റ് എ മിനിറ്റ്. ഈ ടിക്കറ്റില് നിങ്ങൾ യാത്ര ചെയ്തോളൂ. സർ പ്ലീസ്. ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വാടാ. ഒത്തിരി നന്ദിയുണ്ട്. നോ, ഞാൻ എന്റെ കടമ മാത്രമല്ലേ ചെയ്തു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചെന്നൈ വരെ തനിച്ചു പോകേണ്ട സ്ഥിതി വന്നേനെ. താങ്ക്സ്. നിങ്ങൾ? ഞാൻ മുംബൈ ടു ചെന്നൈ. എന്റെ പേര് ധനലക്ഷ്മി. നേറ്റീവ് ചെന്നൈ. ഓ, മേട്ടുപ്പാളയം. എന്താ ചിരിക്കുന്നേ? ഇല്ല, ഒരു ജോക്ക് ആലോചിച്ചപ്പോ ഒന്ന് ചിരിച്ചു പോയത്. എന്ത് ജോക്ക്? തന്നെ പോലെ ഒരു പെണ്ണ് വെള്ളത്തിലേക്ക് വീണു. അയ്യോ. നീന്തൽ അറിയാൻ പാടില്ല. എന്നാലും ആരെങ്കിലും വന്ന് രക്ഷിക്കും. എന്തുകൊണ്ട്? എങ്ങനെ? അവളും തന്നെ പോലെ ഒരു സുന്ദരിയല്ലേ. ആക്ച്വലി ഈ നോവലില് ഐ തിങ്ക് 15th ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു. 126ാമത്തെ പേജിൽ. ഇറ്റ്സ് ടു ഇൻട്രസ്റ്റിംഗ്.
ഗുരു എന്താ സാറേ? അടുത്ത ഗ്രാമത്തിൽ സമരം നടക്കുന്നുണ്ട്, അതിലെ വണ്ടി പോകത്തില്ല. ഞങ്ങക്ക് ട്രിച്ചിക്ക് പോണം, വേറെ വഴിയുണ്ടാ? നേരെ പുറകോട്ട് പോയി ലെഫ്റ്റ് എടുത്ത് ബൈപ്പാസിൽ കയറും, അവിടുന്ന് അങ്ങോട്ട് സുഖമായിട്ട് യാത്ര ചെയ്യും. നിർത്ത്. പാവങ്ങള് വണ്ടി കേടായെന്ന് തോന്നുന്നു. എന്താ മോളെ? സർ, കാർ റിപ്പയർ ആയി. അത്യാവശ്യം എനിക്ക് തുറയൂര് വരെ പോണം. വാ അകത്ത് കയറിക്കോ. അതിനിപ്പോ എന്താ? കാർ എടുത്തോണ്ട് വരില്ലേ? ഞങ്ങള് ആ വഴിക്കാ. ഇരിക്കും മോളെ. താങ്ക് യു സർ. ഇതിലെ വണ്ടി പോലും സാർ. സർ, ഈ വഴി പിങ്ക് കളറിൽ ഒരു പ്രൈവറ്റ് ബസ് വന്നിരുന്നോ? അറിയില്ല, വരുന്ന ബസ് ലോറിയെല്ലാം തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുക. അയ്യോ, എന്റെ കുഞ്ഞ്. ദൈവത്തെ പോലെ വന്ന് നീ ഞങ്ങളെ രക്ഷിച്ചല്ലോടാ. നിനക്കെന്തെങ്കിലും പറ്റിയോ മോനെ? ഇത് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമേ അല്ല. ഇതൊരു മനോരോഗമോ ശാരീരിക പ്രശ്നമോ ഒന്നുമല്ല. ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു എക്സ്ട്രാ പവറാണ്. ESP എന്ന് പറയും, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. ഇപ്പോ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും തേടി പോകുമ്പോൾ അവർ നമ്മളെ തേടി വരുന്നത് പോലെ. ഇപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും വിചാരിക്കുമ്പോൾ അവർ നമ്മളെ ഫോണിൽ വിളിക്കുന്നു. ഇതുപോലുള്ളൊരു മാനസികാവസ്ഥയേക്കാൾ കുറെ കൂടി ഉന്നതമായിട്ടുള്ള മാനസികാവസ്ഥ. യു റിലാക്സ്. പറ്റില്ല ഡോക്ടർ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഇന്ന് വൈകുന്നേരം നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മകനോ മകൾക്കോ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ പരിക്കേറ്റ് ബാൻഡേജ് ചെയ്ത അവസ്ഥയിലാണുള്ളതെങ്കിൽ പെട്ടെന്ന് നമ്മൾ പരിഭ്രമിച്ച് എന്താണ് കാര്യം എന്ന് അവരോട് അന്വേഷിച്ച് പിന്നെ റിലാക്സായി നമുക്ക് ഉറങ്ങാൻ കഴിയും. എന്നാൽ ആ ആക്സിഡൻറ്റ് അടുത്ത ദിവസം അവർക്ക് നടക്കാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാൽ എങ്ങനെയാ ഡോക്ടർ നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ കഴിയുക?
ഓരോരുത്തർക്കും അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാനായിരിക്കും ഡോക്ടർ ആകാംക്ഷ കൂടുതൽ. പക്ഷെ അതറിയാത്ത സസ്പെൻസിലാണ് ജീവിതത്തിന്റെ അർത്ഥമുള്ളത് ഡോക്ടർ. എന്നാലും നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഈ കാര്യം തീർച്ചയായും നടന്നിരിക്കും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യമെന്തോ അത് നടന്നിരിക്കും. അത് ചിലപ്പോൾ ഒരു മണിക്കൂറിനുള്ളിലാവാം, ഒരു ദിവസത്തിനുള്ളിലാവാം, ഇല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലുമാവാം. പക്ഷേ തീർച്ചയായും നടന്നിരിക്കും. എന്തൊരു പണിയാ നിങ്ങൾ കാണിച്ചത്? മകനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവന് പെണ്ണ് കണ്ടിട്ടാ നിങ്ങൾ വന്നിരിക്കുന്നേ? വേണ്ട. ഹലോ. ആ അമ്മേ, ഞാനാ. നമസ്കാരം സർ. എന്റെ പേര് മുത്തുലക്ഷ്മി. വലിയ പഠിപ്പൊന്നും അവകാശപ്പെടാനില്ല. ഗ്രാമത്തിൽ നിന്ന് വന്നതാ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് പറയാനാ? നീ പെണ്ണ് കണ്ട് തീരുമാനിച്ചു. നിന്റെ അച്ഛൻ വാക്ക് കൊടുത്തുറപ്പിച്ചു. എന്നോട് ഒന്നും മറക്കില്ലെന്ന് നീ പറയാറില്ലേ? വെറുതെ അല്ലേടാ. ഞാനൊരു മണ്ടി. ഒറ്റ മകനെ പിറന്നുള്ളല്ലോ എനിക്ക്. ഒരു നല്ല പെണ്ണിനെ, ഒരു നല്ല കുടുംബത്തിലെ പെണ്ണിനെ കണ്ടുപിടിച്ച് അവളെ താലി കെട്ടിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. എല്ലാം ഏതോ ഒരു പെണ്ണിനെ കണ്ട് തീരുമാനിച്ചില്ലേ? അല്ല അമ്മേ, അമ്മയുടെ സങ്കല്പം പോലെ തന്നെ അവള് ഒരു നല്ല കുട്ടി. അവള് എടാ പോടാ. താലി കിട്ടിയ ഭർത്താവും പ്രസവിച്ച മകനും എന്നെ മാനിക്കാറില്ല. എവിടുന്നോ വരുന്നവള്, അവളാണോ എന്നെ മതിക്കാൻ പോകുന്നത്? എന്റെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ സന്തോഷമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് ജീവിച്ച സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. ഒരു പഠിപ്പും ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്ന എന്നെ ഒരു ഡോക്ടറാക്കിയത് ഈ കോളേജാ. എന്റെ ഗ്യാങ്ങിന് പഠിപ്പല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങളെ ഫ്രൂട്ട് ഗ്യാങ് എന്നാ വിളിക്കാറ്. അതായത് പൊട്ടന്മാരെന്നാ. ഞാൻ, സുഭാഷിണി, സ്റ്റെല്ല, കവിത, കേശവൻ, എന്നിട്ട് സെൽവരാജ്, ഞങ്ങളുടെ ടീമിലുള്ള 6 പേരും നല്ല ഡോക്ടേഴ്സ് ആണെന്നുള്ള ഡ്രീമും കൊണ്ട് വന്ന ആൾക്കാരാ. ഹസൻ, നീ ആദ്യം നിർത്ത്. ദിസ് ഇസ് ടു മച്ച്. എന്താ നിങ്ങളൊന്നും മാറില്ലേ? ഫസ്റ്റ് ഇയർ തൊട്ട് അവൻ നമ്മുടെ ഫ്രണ്ടാ. ആര്? ഇവരൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സോ? ഇവരെ ഫ്രണ്ട്സ് ആക്കണം. നീ വേണമെങ്കിൽ അയക്കോ. റാഗിംഗ് തടുക്കണം. റാഗിംഗ് തടുക്കണം. ഇതിനെല്ലാം കാരണം ഞങ്ങളുടെ HOD ഡോക്ടർ കാമരാജാണ്. സർ, യെസ്. CBI ന്ന് വന്നിരിക്കുന്നു. അയ്യോ CBI. അയ്യോ പ്രസാദ്, നീയോ? CBI എന്ന് പറഞ്ഞു? സാർ അങ്ങനെയാ പറഞ്ഞ? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ചുരുക്കി CBI എന്ന് പറഞ്ഞു. ഓ, ഞാനൊന്ന് പേടിച്ചു പോയി. വരൂ സാർ. ആഹാ. പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു പ്രസാദ്? അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല സേട്ടെ. ബാങ്കിലെ ജോലിയല്ലേ, മാസം 30,000 രൂപ ശമ്പളം. മാസം 30 ലക്ഷം കിട്ടിയാലും പറ്റത്തില്ല. എങ്ങനെ പറ്റും സേട്ടെ? എങ്ങനെ പറ്റും? സുഖ സൗകര്യങ്ങളോട് ശീലിച്ചു പോയില്ലേ? അത് പറ്റാത്തത് കൊണ്ടല്ലേ ഫോറിനിലുള്ള ഇന്ത്യക്കാരുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണം എടുത്ത് തന്നെ പോലുള്ള ബിസിനസ്സുകാർക്ക് റോൾ ചെയ്യാൻ തന്നത്. സോറി പലിശയ്ക്ക് തന്നത്. ക്യാഷ് അങ്ങോട്ട് എണ്ണി വാങ്ങുമ്പോഴുള്ള സ്നേഹം തിരിച്ചു ചോദിക്കുമ്പോൾ ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താനും അതിന്ന് ഒട്ടും വ്യത്യസ്തനല്ലടോ. അപ്പോ ഇന്ന് രാത്രിയിലേക്ക് കോവിൽ അറേഞ്ച് ചെയ്യട്ടെ? വിഷയം മാറ്റേണ്ട സെറ്റേ. താൻ തരാനുള്ള 1.5 കോടി രൂപ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കിട്ടണം. ഞാൻ കുറച്ച് കഷ്ടത്തിലാ. കട വരെ നഷ്ടത്തിലാ ഓടുന്നു. അയ്യോ, കണ്ടുപിടിച്ചല്ലോ. ഇതാ നിന്റെ ഒരു വീക്ക്നെസ്. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് എന്ത് വേണേലും ചെയ്യും. ഇങ്ങനെയൊന്നും ആയില്ലെങ്കിൽ തന്റെ ഒന്നും കൂടെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല സേട്ടെ. ആകെ കടമാണ്, നഷ്ടമാണ്, കണക്കിലില്ലാത്ത സ്വർണ്ണമല്ലേ ഇത്. ഇതെല്ലാം കൂടി ഒരു 3.5 കോടിക്കുള്ളതുണ്ടാവില്ലടോ. കറക്റ്റ് ആണല്ലോ. നീ CBI-ക്കാളും എടുക്കണ കേട്ടോ. മൊത്തത്തിൽ ഞാനങ്ങ് വിഴുങ്ങിയാലോ?
വേണ്ട വേണ്ട വേണ്ട, ഒരാഴ്ച കഴിഞ്ഞ് നാളെ തന്നെ തന്നേക്കാം. വാ. അഭി, കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ, അധികം സമയം എടുക്കണ്ട. ഗുരു, എന്നോട് ക്ഷമിക്കൂ ഗുരു. നിന്നെ പോലുള്ള ഒരുത്തിനെ വെച്ച് ദൈവം എന്നെ കബളിപ്പിച്ചു. ഞാൻ നിന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തി. ഇപ്പൊ കുത്തേറ്റ് ഇവിടെ കിടക്കുന്നതിനെ പറ്റി ഓർത്ത് എനിക്ക് വിഷമമില്ല ഗുരു. നിനക്ക് മാത്രം സ്വന്തമായ എന്റെ ശരീരം നീ തക്ക സമയത്ത് വന്ന് രക്ഷിച്ചല്ലോ. അതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. നേരെ മറിച്ചാണ് നടന്നിരുന്നതെങ്കിൽ ആ നിമിഷം അവിടെ തന്നെ ഞാൻ മരിച്ചു വീണേനെ. എന്റെ കുറ്റബോധം കൊണ്ട് ആൾമാറാട്ടം നടത്തി കഷ്ടപ്പെടാതെ അന്യന്റെ സ്വത്ത് അനുഭവിക്കാൻ ആശപ്പെട്ട അവൻ എത്ര തരം താണവനാ ഗുരു. നിനക്ക് കിട്ടിയ വിജയവും കീർത്തിയും മുൻപരിചയമില്ലാത്ത ഒരുത്തിന് വിട്ടുകൊടുത്തില്ലേ ഗുരു? നിന്റെ രൂപത്തെ എങ്ങനെയാ ഗുരു ഇത്രയും നീചനായ ഒരാൾക്ക് ദൈവം കൊടുത്തത്? സെക്സ് എന്നത്
ഒരാൾ മറ്റൊരാളിൽ നിന്ന് ബലമായി പിടിച്ചെടുക്കേണ്ടതല്ല, മനസ്സുകൊണ്ട് വിധേയരാവേണ്ടതാണ്. ഒരു പെണ്ണിനെ വെറും മാംസമായി മാത്രം കാണുന്ന ഏതൊരാണിന്റെ പിറവി പോലും സംശയിക്കേണ്ടതാണ് ഗുരു. അല്ല അല്ല, ഞാൻ നീ പറഞ്ഞ പോലെ അത്ര തരം താന്നവനല്ല. ഞാൻ ഗുരുവല്ല. ഗുരു ഗുരു സോറി വേണ്ട ഗുരു, സോറി. ഗുരു പണമാണെല്ലാം എന്ന് വിചാരിച്ച് ജീവിച്ചവനാ ഞാൻ. തെറ്റ്. സ്നേഹം ഒരു വലിയ കാര്യമാണ്. മറ്റൊരുത്തിനെ പോലെ അഭിനയിക്കാൻ എളുപ്പമാണ്, പക്ഷെ ജീവിക്കാൻ പാടാണ്. ഇത്രയും കാലം ഞാൻ നിന്നെ പോലെ അഭിനയിച്ചിരുന്നു. ഇനി ഞാൻ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. എന്തെല്ലാം ചെയ്തു, ഇനി ഇതും ചെയ്തൂടെ? ബൈ ബൈ. ചേട്ടാ, എടാ കൊടൽ മോനെ, എന്താ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ആള് ഗ്ലാമർ ആയിട്ടുണ്ടോ? എനിക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലായില്ല കേട്ടോ. നിനക്ക് സുഖമല്ലേ? ആ, എനിക്ക് സുഖം തന്നെ. എവിടെയായിരുന്നു ഒരുപാട് ദിവസമായിട്ട്? ഞാൻ അങ്ങോട്ട് ഇപ്പൊ പോറില്ല. ഇവിടെ വീടെന്താ പൂട്ടിയിരിക്കുന്നത്? പ്രശ്നമായിരുന്നു ചേട്ടാ. വീടിന്റെ ചാവി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിലാരും ഇല്ലേ? എല്ലാം പുറത്തു പോയിരിക്കുക, ആ മലയടിവാരത്തില്. ശരി. എടാ അനിയ, ചേച്ചി, എന്താളിയാ സുഖല്ലേ? എന്നോട് ക്ഷമിക്കേ, അറിയാണ്ട് ചെയ്തതാ ഞാൻ. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനേ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാനിപ്പോൾ പഴയ പോലെ ഒന്നും അല്ല. ഞാനിപ്പോൾ കള്ളു കുടിക്കാറില്ല. ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂടെ പഠിച്ച കുട്ടിയെ കല്യാണം കഴിക്കാൻ പോവാ. ജീവിതം തന്നെ ആകെ മാറി. ചേട്ടാ സോറി, എന്നോട് ക്ഷമിക്കണം. എന്തിനാ വന്നേ? ഇവൻ എന്താ പറഞ്ഞത്? എന്തിനാ ഇവനെയൊക്കെ പറയാൻ അനുവദിച്ചത്? തല്ലി കൊന്നുടായിരുന്നോ? നമ്മളെ നാണം കെടുത്തി ഇവനാ ഈ നടു റോഡിൽ ഇറക്കി വിട്ടത്. പിന്നെ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? കള്ളത്തെമ്മാടി കണ്ണാടിയും വെച്ചിട്ട് വന്ന് ഷോ കാണിക്കുക, നമ്മളെ ഈ അവസ്ഥയിലാക്കിട്ട്. എന്ത് പറ്റിയടാ മോനെ? മോനെ എന്ത് പറ്റി മോനെ? എന്റെ മോന്റെ തലക്കിട്ട് അടിച്ചില്ലടാ എന്റെ മോനെ. മോനെ, എന്റെ മോനെ എന്ത് പറ്റിയോ? എന്റെ ദൈവമേ. മോനെ, മോനെ. എന്താ പറ്റിയ? എന്റെ മകൻ കോണിപ്പടിന്ന് താഴെ വീണു. എന്താ പേര്? ധർമ്മദുര. ഇവനും ഡോക്ടർ തന്നെയാ.
മധുരൈ മെഡിക്കൽ കോളേജിൽ അതെ അവൻ തന്നെ. മോനെ നഴ്സ് ENT ഡോക്ടർ എല്ലാവരെയും ICUലേക്ക് വരാൻ പറയൂ. ഒന്ന് മാറി നിൽക്കാം. ഇൻഷാല്ലാ നിങ്ങളുടെ പയ്യന് ഒന്നും സംഭവിക്കില്ലാമേ. ശരി. ഇതാരാ ഡോക്ടറെ? എന്റെ കൂടെ പഠിച്ച ഡോക്ടറാ, എന്റെ ഫ്രണ്ടാ.